അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ പോലീസ് നടപടികളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ MK റാം, ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇരുവർക്കും മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടിയാണ് അറസ്റ്റ് വൈകിക്കുന്നതെന്നാണ് ആരോപണമുയർന്നത്. ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത് വൈകിച്ചതിന് പിന്നിലും പോലീസ് നടപടികൾ വൈകിക്കുക എന്ന ലക്ഷ്യമുണ്ടെന്നാണ് ആരോപണമുയർന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ നിതിൻ രാജിൻ്റെ ആത്മഹത്യയിൽ ഓൺലൈൻ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിതിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് FIRൽ പറയുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണി സന്ദേശങ്ങളാണെന്ന സംശയമുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നിതിൻ്റെ കോളേജ് അധ്യാപികയ്ക്ക് ലോൺ ആപ്പ് അധികൃതർ ഭീഷണി സന്ദേശം അയച്ചതായും സൂചനയുണ്ട്. എന്നാൽ ലോൺ ആപ്പ് ഭീഷണി മൂലം നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു. പോലീസിൻ്റെയും കോളേജ് അധികൃതരുടെയും നിലപാടിൽ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം നിതിൻ രാജിൻ്റെ മരണം ലോൺ ആപ്പ് ഭീഷണിയിൽ മാത്രം ഒതുക്കി അന്വേഷിക്കരുതെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരണത്തിന് പിന്നിലെ എല്ലാ വശങ്ങളും പരിശോധിക്കാനും സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ആധികാരികത ഉറപ്പുവരുത്താനും DGP ഉത്തരവിട്ടിട്ടുണ്ട്.